കാപട്യങ്ങളൊന്ന് കണ്ടെങ്കിൽ പേരോട് കാപട്യങ്ങൾ പേരോട് നമുക്ക് പഠിപ്പിച്ചു തരാം. എല്ലാവരും പഠിച്ചോളണേ. പേരോട് നിങ്ങൾക്ക് ആദ്യം വിശദീകരിച്ചു തരും. കാപട്യം എന്നാൽ എന്താണ്, നിർവചനമൊക്കെ വായിച്ചിട്ട് പേരോട് പഠിപ്പിച്ചു തരും ആദ്യം. എന്നിട്ട് പിന്നെ പേരോട് ഓരോ കാപട്യങ്ങൾ എങ്ങനെയാ അത് പ്രയോഗവൽക്കരിക്കണ്ടെന്ന് മൂപ്പര് കാണിച്ചു തരും. അതും കൂടി ഒന്നാണ് കണ്ടോളിൻ. വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചു തരും. ആദ്യം നമ്മുടെ പേരോട് എന്താണ് കാപട്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലാകാതെ പോണ്ടാന്നുള്ള നിലക്ക് ആദ്യം കാപട്യം എന്താന്ന് പേരോട് വിശദീകരിക്കട്ടെ. എന്തിനാ കാപട്യം എന്ന് പറയാം? കേട്ടോളൂ. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം, നിഫാഖ്. വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപട്യം. വിശ്വാസത്തിലെ കാപട്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക, അതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാപട്യം. ഞാൻ ഒന്നും പറഞ്ഞ് ഏറണ്ട. ചിലപ്പോൾ വല്ല വാചകവും ഞാൻ മൂപ്പര് പറഞ്ഞതായിട്ട് ആവർത്തിക്കുമ്പോൾ വല്ലയിടത്തൊക്കെ പോയാൽ അവിടെ ഉള്ളാന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ കട്ടു, അവിടെ എന്തുണ്ടായിരുന്നു അത് നിങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ പറയും. ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ വക പ്രത്യേക കമന്ററികളൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ പറയും, നിങ്ങളമ്മനെ കേൾക്കുക. അപ്പോൾ കാപട്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി മൂപ്പര് ആദ്യം ഒന്ന് പറയുന്നത് കേൾക്കുക, പിന്നെ ചെയ്യുന്നതും നിങ്ങൾക്ക് കേൾക്കാം. ഓരോന്നോരോന്ന് വരട്ടെ. ഒന്നാമത്തത് വരട്ടെ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. കണ്ടില്ലേ? ഇനിയിപ്പോ മൂപ്പരെ പതൊക്കെ അല്ലേ വാക്ക്. ഈ പ്രവൃത്തി എന്താന്ന് വരട്ടെ. എന്റെ എഴുത്ത് വാങ്ങി വരിക, എന്റെ വന്നിട്ട് പോവാ. എന്റെ അടുത്ത് വന്നു ഇതിലെ വരിക, എല്ലാവരും ഇതെന്തിനാ ഇപ്പൊ കാണിച്ചെന്നറിയോ? അപ്പൊ വാക്ക് ഈ മൂപ്പരെന്നെ പറയട്ടെ എന്താ ഇപ്പൊ സംഭവിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. മൂപ്പരെന്നെ പറയട്ടെ. ഇത് ഞാൻ കാണിക്കാൻ വേറൊരു കാരണം കൂടി. ഇത് ഞാൻ കാണിക്കാൻ വിചാരിച്ചാലോ, ഇയാൾ ഓരോ പ്രസംഗത്തിലും എന്നോട് ഇങ്ങനെ പറയണേ, നിങ്ങൾ ഇന്റെ ആ പോക്കറ്റിക്ക് പൈസ ഇടണമെന്ന് ഇടക്കിടക്ക് കാണിക്കണം കേട്ടോ. കാരണം എന്താ, എന്നോട് നന്ദി പറയാണ്. സലഫിക്ക് നന്ദി, മൗലൈമാർക്ക് മുഴുവനും നന്ദി. എന്താ കാരണം? ഞാനിത് കാണിക്കൽ തുടങ്ങിയതിന് ശേഷം സിറാജുലുദയിലെ 2 ലക്ഷം എന്നുള്ള കലക്ഷൻ ഇപ്പൊ 3 ലക്ഷം ആയിക്കൊണ്ടേ. അപ്പൊ എന്നാ നമ്മളത് കാണിച്ചിട്ട് മൂപ്പരിക്ക് 2 റുപ്യ കിട്ടിക്കോട്ടെ. കൂടിയല്ലേ? കൂടിക്കോട്ടെ കേട്ടോ. അതിങ്ങനെ കൂടിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ നന്ദി പറയുന്ന ഒരാളോട് ഞാനൊരു പ്രത്യുപകാരം അങ്ങോട്ട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ കാണിച്ചത്. അപ്പൊ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാണ്. നിങ്ങളെ വരുമാനം കൂടിക്കോട്ടെ. ഇനി അടുത്തത് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറാസത്തിന് താടി മാനദണ്ഡമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, അബ്ദുൽ നാസിർ മദനിയോട് വളരെ വിനയത്തോടെ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി വടിക്കുന്നത് ഹറാമാണ്
കറാഹത്താണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി പഠിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ എന്റെ അബ്ദുൽ നാസിർ മദനിയോട് ചോദിക്കട്ടെ, അതുപോലെ താടി പഠിക്കുന്നതിനെ ന്യായീകരിക്കുന്ന കക്കാട് ഫൈസിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? കണ്ടില്ലേ? ഇനി അടുത്ത് വരട്ടെ, ഇനി എതിര് വരട്ടെ. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഇതെന്തൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഇതെന്തൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. ഞാൻ അടുത്ത് വരട്ടെ, എന്താ ഇപ്പൊ സംഭവിച്ചത് എന്ന് മൂപ്പര് പറയട്ടെ. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. അടുത്ത വരട്ടെ, അടുത്ത വിഷയം വരട്ടെ. ഇതാരാ? കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ്. ഫോട്ടോ ഇത് മുജാഹിദിന്റെ പൂടാവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ. വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. എന്നാ ഖദീജക്കുട്ടി എന്താ പോവാൻ കാരണമെന്ന് ഇതിൽ പറയുന്നുണ്ട്, കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും അടുത്ത് ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ ഈ ഖദീജക്കുട്ടീനെ ഈ മൗലവി തട്ടിക്കൊണ്ടുപോയതോ 950. കേട്ടില്ലേ? 4 സാക്ഷിയില്ലാതെ പറയാൻ പാടുണ്ടോ? പെഞ്ചല് പറയാൻ പാടോ? സെബുൽ മുൽക്കാത്തിപ്പെട്ട തെറ്റല്ലേ അത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുനാഫിഖ് പറഞ്ഞിട്ടില്ലേ? സഫ്വാൻ റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല ഖുർആനില്ലേ? അതുകൊണ്ടല്ലേ 4 സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലേ? 80 അടി അടിക്കണം. ഇപ്പൊ എന്താ സംഭവിച്ചത് മൂപ്പരൊന്നും കൂടി പറയട്ടെ. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. ഇതാണ് കാപട്യം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു പറയിപ്പിക്കേണ്ടത്. നിങ്ങൾ ക്ലിപ്പ് കൊണ്ടുള്ള ഒരുപാട് കളി കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, വിചാരണയും വിധിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ കൊച്ചാക്കി, നമ്മൾ കളവാക്കി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുകയാണ്, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അതേ അവസരത്തിൽ കാന്തപുരത്തിന്റെ മോനെന്താ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്? മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്കോ മഹബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. നീ 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 എന്നല്ലേ വിളിച്ചത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നീന്ന് വിളിച്ചത് ഇഷ്ക് കൊണ്ട് പറഞ്ഞതാ. അത്ര ഇഷ്ക്. എന്ത് ഇഷ്ക്? എന്ത് ഇഷ്ക്? നീന്ന് പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കാണ് നീന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ആ നിലക്കുള്ള പരാമർശങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്. എന്നിട്ടോ അക്ബർ